മായം കലർന്ന എണ്ണകൾക്ക് ഗുഡ് ബൈ. ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലേതാ ഒരൊറ്റ പേര്, കരുൺസ് കോക്കനട്ട് ഓയിൽ മിൽ. അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായ വെളിച്ചെണ്ണ, കടലെണ്ണ, എള്ളെണ്ണ, കടുകെണ്ണ, ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. 500 രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ 5 കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ ഓരോ സ്ത്രീകളും തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേലക്കര മേഖലാ സമ്മേളനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടാനും ശബ്ദമുയർത്താനും ഓരോ സ്ത്രീയും തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ 14ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചേലക്കര മേഖലാ സമ്മേളനം ശ്രദ്ധേയമായി. ചേലക്കര അശ്വതി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസയാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ചേലക്കര മേഖലാ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ സമ്മേളനകാലം 3 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ സമ്മേളനം നടക്കുക. അതുപോലെ 3 ടേം സെക്രട്ടറി പ്രസിഡന്റുമാരായിട്ട് മാറണം. അതാണ് നമ്മുടെ തീരുമാനം. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് അങ്ങനെയാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന സംഘടന എന്തിനാണ് രൂപീകരിച്ചത്? നമുക്ക് എത്ര സംഘടന ആവശ്യമുണ്ടോ? നമുക്ക് വീട്ടിലിരുന്നാൽ മതി, നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ പണിയെടുത്ത കൂലിയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകാനുള്ള അവകാശം അധികാരമുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അധികാരമുണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിലിരുന്നാൽ മാത്രം പോരാ എന്നും ഒരു സംഘടനയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും KV നഫീസ തന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും വോട്ട് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഓർമ്മകളിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നും അവർ പറഞ്ഞു. സുജാത അജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുമ അയ്യപ്പൻ സ്വാഗതം ആശംസിച്ചു. AIDWA മേഖലാ സെക്രട്ടറി തേക്കോട്ട് നന്ദി രേഖപ്പെടുത്തി. 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന സമ്മേളന കാലമാണ് ഇതെന്നും ഭാരവാഹികൾക്ക് 3 ടൈം മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന സംഘടനയുടെ ഭരണഘടനയിലെ വ്യവസ്ഥകളെക്കുറിച്ചും അവർ ഓർമ്മിപ്പിച്ചു. വനിതാ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും വേണ്ടി ശക്തമായ നിലപാടുകളെടുക്കാൻ AIDWA പോലുള്ള സംഘടനകൾക്ക് കഴിയണമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. CCV ന്യൂസ് ചേലക്കര.